കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഇല്ലായ്മകളും കൂട്ടായ്മകളുമാണ് ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എല്ലായ്പ്പോഴും നിത്യപ്രകാശവും ഹൃദ്യസുഗന്ധവും പകരുന്നത്. ഈ യാഥാർത്ഥ്യത്തെ തൻ്റെ കുട്ടിക്കാലത്തെയും പ്രവാസ ജീവിതത്തിലെയും പെരുന്നാൾ ഓർമ്മകളിലൂടെ ആവിഷ്കരിക്കുകയാണ് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ വി മുസഫർ അഹമ്മദ്. കുട്ടിക്കാലത്തെ പെരുന്നാൾ തന്നെയാണ് ഇന്നും ഓർക്കുമ്പോൾ ഏറ്റവും മധുരമായി മനസ്സിലും ഓർമ്മകളിലും നിൽക്കുന്നത്. ആ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത, അന്നത്തെ പ്രത്യേക ഭക്ഷണം, കൂട്ടമായുള്ള പള്ളിയിലേക്കുള്ള ഈ പെരുന്നാൾ നമസ്കാരത്തിനുള്ള പോക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പറയാനുണ്ടെങ്കിലും എനിക്ക് അന്ന് മുതൽ തോന്നിയിട്ടുള്ള, വളരെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എൻ്റെ ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓരോ പെരുന്നാൾ ദിനത്തിലും ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്. അവർ ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാ ആഘോഷവേളകളിലും നമ്മൾ പങ്കെടുക്കണം. പെരുന്നാളിൽ മാത്രമല്ല, ഓണത്തിലോ വിഷുവിലും ക്രിസ്മസിലും ഒക്കെ അടുത്ത് അത്തരത്തിലുള്ള സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കണം. പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങളിലേക്ക് ആരെങ്കിലും ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ, വലിയ തോതിലല്ല, ഏറ്റവും അടുത്ത കൂട്ടുകാരെ വിളിക്കണം. അങ്ങനെ പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ ആഘോഷങ്ങളും എന്ന് കുട്ടിക്കാലത്ത് തന്നെ എന്നെ ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നായി ഞാൻ ഇപ്പോഴും കാണുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന കാലത്തും സൗദി അറേബ്യയിൽ 13 വർഷം ജീവിക്കുന്ന കാലത്തും ഒക്കെയുള്ള പലവിധ ഓർമ്മകൾ എനിക്കുണ്ടെങ്കിലും ഇന്നും എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്ത് എൻ്റെ മാതാപിതാക്കൾ, അവരത് വലിയ ഒരു സിദ്ധാന്തം എന്ന നിലയിലോ വലിയൊരു ദാർശനികത എന്ന രീതിയിലോ ഒന്നും പഠിപ്പിച്ചിട്ടുള്ളതല്ല. പക്ഷെ നമ്മൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതായത് ഇപ്പോൾ പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആഘോഷമാണെങ്കിലും അത് മുസ്ലിങ്ങൾ മാത്രം ആഘോഷിക്കേണ്ടതല്ല, മറ്റ് എല്ലാ ആളുകളെയും ആ ആഘോഷത്തിലേക്ക് വിളിക്കണം. അതുപോലെ മറ്റ് ഇതര വിഭാഗങ്ങളുടെ, മതവിഭാഗങ്ങളുടെ ഒക്കെ ആഘോഷങ്ങളിൽ നമ്മളും പങ്കുചേരണം. അങ്ങനെ പരസ്പരമുള്ള, ഇപ്പോൾ ക്രിസ്മസിന് ഒരു കേക്ക് പരസ്പരം ഷെയർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഓണത്തിന് പായസം കഴിക്കുന്നത് പോലെ, ഇങ്ങനെ പലതരം ആ ഭക്ഷണങ്ങൾ, പലതരം സംസ്കാരങ്ങൾ, പലതരം രുചികൾ, അതിലേക്ക് പോകാനുള്ള, അതിനെ പരിചയപ്പെടാനുള്ള ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്നാണ് അവർ ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾ മക്കളെ എല്ലാവരെയും പഠിപ്പിച്ചത്. അതാണ് ജീവിതത്തിലെ, ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാ പെരുന്നാൾ കാലത്തും ഞാൻ ഓർക്കാറുള്ളത്, ഇന്നും അത് കഴിയുന്നത് പോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു കാര്യം അതാണ്. മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തരം ആത്മീയമായ വിശ്വാസങ്ങളുടെയോ ഒക്കെ പരിധിക്ക് പുറത്ത് നിന്ന് ഇതിൻ്റെ സാമൂഹ്യപരമായ ഒരു പ്രാധാന്യം എല്ലാ ആഘോഷങ്ങളുടെയും, പെരുന്നാളിൻ്റെ മാത്രമല്ല, കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളും എങ്ങനെ സാമൂഹ്യ ആഘോഷങ്ങളായി മാറണം, അങ്ങനെ നമ്മൾ കൂടുതൽ അടുത്ത് എങ്ങനെ ജീവിക്കണം എന്നത് എന്നെ സംബന്ധിച്ച് ഞാനത് കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പാഠമാണ്. സൗദി അറേബ്യയിൽ കഴിയുന്ന കാലത്തെ പെരുന്നാളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അക്കാലത്താണ് ഞാൻ സൗദി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ യാത്രാ സംഘത്തിൻ്റെ 2 യാത്രകളാണ് ഒരു വർഷത്തിൽ പ്രധാനമായി നടക്കുക. ഒന്ന് ചെറിയ പെരുന്നാൾ അവധിയുടെ സമയത്ത്, മറ്റൊന്ന് വലിയ പെരുന്നാൾ, ബലിപെരുന്നാളിൻ്റെ അവധിയുടെ സമയത്ത്. ഈ 2 സമയങ്ങളിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട 2 ട്രിപ്പ്, ഡെസേർട്ട് ക്രോസിങ്ങുകൾ നടക്കുക. കാരണം അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, സൗദി അറേബ്യയിൽ ആ സമയത്ത് ഈ പെരുന്നാളുകൾക്ക് അന്ന് ഞങ്ങളൊക്കെ ചെന്ന് തുടക്കത്തിൽ 99, 2000 അന്ന് 7 ദിവസം വരെയൊക്കെ അവധി കിട്ടും. അപ്പോൾ പെരുന്നാൾ തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ നോമ്പ്, അവസാന നോമ്പിൻ്റെ അന്ന് രാത്രി പെരുന്നാൾ പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ രാത്രി മരുഭൂമിയിലേക്ക് പുറപ്പെടും. അത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, സൗദി അറേബ്യയിൽ ഉണ്ടായ 13 വർഷത്തെയും എൻ്റെ പെരുന്നാളുകൾ റോഡിലായിരുന്നു എന്ന് പറയാം. കാരണം ഞങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കും, ഞങ്ങളൊരു ഡെസ്റ്റിനേഷൻ വെച്ച് ഒരു മരുഭൂമിയിലേക്ക് പോവുകയായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെയുള്ള ചെറിയ അങ്ങാടിയിലൂടെയാണ് പെരുന്നാളിൻ്റെ സമയത്ത്, പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കടന്നു പോകുന്നതെങ്കിൽ ഞങ്ങൾ
നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് യാത്രകളുടെ ആഘോഷമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മരുഭൂമിയുടെ ആത്മകഥയും മരുമരങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ ആ യാത്രകളിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ പലയിടത്തും സൗദി ഗ്രാമീണരുടെ ഭക്ഷണം അവരൊത്ത് ഈദ് ആഘോഷിച്ചതിൻ്റെ ഓർമ്മകൾ എനിക്കുണ്ട്. അവരുടെ അർഗ നൃത്തത്തിൽ, അർഗ എന്ന് പറയുന്നത് കയ്യിൽ പുരുഷന്മാരുടെ ഒരു നൃത്തമാണ്, വാള് പിടിച്ച് പുരുഷന്മാർ ഒരു പ്രത്യേക തരത്തിൽ നൃത്തം ചെയ്യുന്ന ഒരു നൃത്തമാണ്. അതിൽ അർഗ നൃത്തത്തിൽ അവരോടൊപ്പം ചേർന്ന് ചുവട് വെച്ചതിൻ്റെയൊക്കെ ഓർമ്മകൾ. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ ഈദ് ദിവസമല്ലേ ഇന്ന് നിങ്ങൾ മുസാഫിരീൻ, ഇന്നും നിങ്ങൾ യാത്രക്കാരാണോ, ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് നിങ്ങൾ യാത്ര ചെയ്യുകയാണോ, വരൂ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഗ്രാമീണർ. അങ്ങനെയുള്ള ഈദുമായി ബന്ധപ്പെട്ട ഒരുപാട് മധുരമായ ഓർമ്മകൾ ആ യാത്രകൾക്കിടയിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യാത്രക്കാരുടെ പെരുന്നാൾ, യാത്രാ സംഘങ്ങളുടെ, ട്രാവലേഴ്സിൻ്റെ പെരുന്നാൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പഠിച്ചത് സൗദി അറേബ്യയിൽ വെച്ചാണ്. കാരണം ഒരു പരിചയമില്ലാത്ത ആളുകൾ വരൂ എന്ന് പറഞ്ഞ് അവരുടെ വീടുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി വലിയ തളികയിൽ ഒന്നിച്ച് ഭക്ഷണം വിളമ്പി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ സൗദിയിലെ മറ്റൊരു ഓർമ്മ നോമ്പുകാലവുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ്. ഞാൻ ജിദ്ദയിലാണ്, സൗദി അറേബ്യയിലെ മക്കയിലേക്കുള്ള കവാട നഗരമായ ജിദ്ദയിലാണ് ഞാൻ 13 വർഷം ജീവിച്ചത്, ജോലി ചെയ്ത്. ഞാൻ അവിടെ ഒരു പത്ര ഓഫീസിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മലയാളം ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ചില ഒഴിവ് ദിവസങ്ങളിൽ നോമ്പ് കാലത്ത് ഞാൻ വൈകുന്നേരം ചിലപ്പോൾ ബലദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അത് വലിയ മലയാളി ഷറഫിയ ബലദ്, ആ ഷറഫിയൊക്കെ ഇപ്പോൾ പൊളിച്ചുപോയി. അങ്ങനെയുള്ള മലയാളി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളിലുള്ള ചില സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹപാഠികൾ ഇവരൊക്കെ നോമ്പ് തുറക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാറുണ്ട്. അവരുടെയൊക്കെ കൂടെ നോമ്പ് തുറക്കാനും ഒക്കെ ആയിട്ട് പോകും. അപ്പം അങ്ങനെ ഒരിക്കൽ ഞാൻ നടന്നു പോകുമ്പോൾ വൈകിപ്പോയി, ബാങ്ക് വിളിച്ചുപോയി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എനിക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് ബാങ്ക് വിളിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മുറിയിലേക്ക് പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ 5-6 ആഫ്രിക്കക്കാർ, അവർ എത്യോപ്യക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെയുള്ള കുറച്ച് ഒരു ആഫ്രിക്കക്കാർ ഒരു 10-15 പേരുണ്ടാവും. അവർ പെട്ടെന്ന് ഒരു ടൗണിലെ ഒരു സ്ക്വയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ പെട്ടെന്ന് മാറ്റ് വിരിച്ച് അവർ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലൂടെ നടന്നു പോവാണ്. ഞാൻ ഈ മുറിയിൽ എത്താൻ അതിവേഗത്തിൽ നടന്നു പോകുമ്പോൾ അവർ വിളിച്ചു, നിങ്ങളൊരു നോമ്പ് തുറക്കണ്ടേ, നോമ്പ് തുറന്നിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു, കാരണം ആഫ്രിക്കക്കാരെ കുറിച്ച് പല തെറ്റായ ധാരണകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ബാങ്ക് വിളിച്ചല്ലോ, ഇപ്പോഴല്ലേ നോമ്പ് തുറക്കേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും നോമ്പ് തുറന്നാൽ പറ്റില്ലല്ലോ, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ കയ്യിൽ കാര്യമായ ഭക്ഷണമൊന്നുമില്ല. കുറച്ച് റൊട്ടി ഉണ്ട്, അല്പം ഈത്തപ്പഴം ഉണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, പിന്നെ വളരെ കുറച്ച് മുന്തിരി ജ്യൂസ് അവരെവിടുന്നോ വാങ്ങിച്ചതും അത്രയേ ഉള്ളൂ. കാരണം അവിടെ ഒരു അതിഥിയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ സ്ഥിരമായിട്ട് നോമ്പ് തുറക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ എനിക്ക് തോന്നി അവരെന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് അത് നിഷേധിക്കുമ്പോൾ അവരുടെ ആ സൗഹൃദത്തെയും അവർ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളടുത്ത് കുറച്ച് ഭക്ഷണമേ ഉള്ളൂ, ആ ഭക്ഷണം നിങ്ങൾക്ക് കൂടി പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഞാൻ നോമ്പ് തുറന്നു ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും, വളരെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ, അതങ്ങനെ സമൃദ്ധമായൊരു ഭക്ഷണമോ നമ്മൾ ഒരു നോമ്പുതുറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിലുള്ള തരത്തിലുള്ള ഒരു സംഗതിയേ അല്ല. അത് കഴിഞ്ഞ് അതിലൊരാൾ എന്നോട് പറഞ്ഞു, ഇതാണ് മധുരമുള്ള ഇറച്ചി, അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മധുരമുള്ള ഇറച്ചി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈത്തപ്പഴത്തിന് അവർ പറയുന്ന പേരാണ് മധുരമുള്ള ഇറച്ചി. കാരണം അതിനൊരു ഇറച്ചി കഷ്ണത്തിൻ്റെ രൂപമുണ്ട്, അതിന് മധുരവുമുണ്ട്. സാധാരണ നമ്മൾ ഇറച്ചി മധുരത്തിലല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ ആ മധുരമുള്ള ഇറച്ചി എന്ന പ്രയോഗം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, മധുരമുള്ള ഇറച്ചി. ഇപ്പോൾ കോഴിക്കോട് SM സ്ട്രീറ്റിൻ്റെ പേര് അങ്ങനെ വന്നിട്ടുള്ളതാണ്, സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് ശരിക്കും അതിൻ്റെ പേര്. പക്ഷേ അവിടുത്തെ സ്വീറ്റ് മീറ്റ് എന്ന് ബ്രിട്ടീഷുകാരിട്ട പേര് യഥാർത്ഥത്തിൽ ഹലുവയെക്കുറിച്ചുള്ളതാണ്. പക്ഷേ ആഫ്രിക്കക്കാർക്കും അറബികൾക്കും ഇടയിൽ മധുരമുള്ള ഇറച്ചി എന്ന് പറയുന്നത് ഈത്തപ്പഴമാണ്. അത് അറിയാമല്ലോ, ഈ നോമ്പുകാലത്ത് ഒരു പ്രധാന ഭക്ഷണം കൂടിയാണ് ഈത്തപ്പഴം. നോമ്പ് തുറക്കുന്നത് പലപ്പോഴും ഈത്തപ്പഴം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം പങ്കുവെക്കുന്നതിൻ്റെയും സൗഹൃദം പങ്കുവെക്കുന്നതിൻ്റെയും ആരെയും കെട്ടിപ്പിടിക്കാനും ആലിംഗനം ചെയ്തുകൊണ്ട് നമ്മളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു സംസ്കാരം അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി.
ഇങ്ങനെ നോക്കുമ്പോൾ പെരുന്നാൾ കാലത്തിൽ നിന്ന്, പെരുന്നാൾ കാല അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? അത് പെരുന്നാളിൽ നിന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് എല്ലാതരം ആഘോഷവേളകളിലും. അത് പൂരങ്ങളാകാം, തെയ്യങ്ങളാകാം, അതല്ലെങ്കിൽ നേർച്ചകളാകാം, പള്ളി പെരുന്നാളുകളാകാം. ഇങ്ങനെ നമ്മൾ ഇന്ന് കേരളത്തിന് ആവശ്യം ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ആരാണോ അത് നടത്തുന്നത് ആ വിഭാഗം മാത്രം പങ്കെടുക്കുന്നതല്ല, എല്ലാവരും പങ്കെടുക്കുന്ന രീതിയിലേക്ക് പെരുന്നാളുകളായാലും ഓണവും വിഷുവും ഒക്കെ മാറേണ്ട ഒരു സന്ദർഭത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. പെരുന്നാൾ കാലത്ത്, ഇപ്പോൾ ഈ റമദാൻ്റെ സമയത്ത്, നോമ്പ് കാലത്തെല്ലാം നമ്മൾ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലും പലതരത്തിൽ ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെയും നോമ്പ് തുറക്കുന്നതിൻ്റെയും ഭക്ഷണമുള്ളതിൻ്റെയും ഭക്ഷണമില്ലായ്മയുടെയും ഒക്കെ പല അനുഭവങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് നമ്മൾ ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ്. ഒരു സ്ഥലത്തെ ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ അപരിചിതനായ ഒരാൾക്ക് ഭക്ഷണം പങ്കുവെക്കാൻ തയ്യാറുണ്ടോ എന്നതിൽ നിന്നാണ്. ആ ഭക്ഷണം പങ്കുവെക്കാൻ തയ്യാറുള്ളവരാണ് യഥാർത്ഥത്തിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ അല്ലാത്തവർ, സത്യത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെ അല്ലാത്ത മനുഷ്യർ വളരെ വളരെ കുറവായിരിക്കും. ഒരാളോട് എനിക്ക് വിശക്കുന്നുണ്ട്, അല്പം ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭക്ഷണം പങ്കുവെക്കുന്ന ആളുകളാണ് ലോകത്ത് കൂടുതലുള്ളത്. നമുക്കുള്ള സംഗതി പങ്കുവെക്കുന്നതിൻ്റെ ഒരു സംസ്കാരം നമ്മളുടെ ആഘോഷങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പെരുന്നാളിന് തീർച്ചയായിട്ടും അങ്ങനെ, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ സന്ദർഭം നന്നായിട്ടുണ്ട്. അത് നമ്മുടെ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനുമൊക്കെ കേരളത്തിൽ ആ ഒരു സംസ്കാരം നമ്മൾ ഉയർത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടുക എന്ന് പറയുന്നത് അത് പെരുന്നാളിനാണ് കിട്ടുക. അന്നത്തെ ചുറ്റുപാടുകൾ, അന്നത്തെ സാഹചര്യം. ഇപ്പം എൻ്റെ ഉപ്പ സർക്കാർ ജോലിക്കാരനായിരുന്നു, പക്ഷേ അക്കാലത്തെ ശമ്പളത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു ശമ്പളം കൊണ്ട് ഈ കുടുംബത്തെയും മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുള്ളത് കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പുതുവസ്ത്രം എടുക്കാൻ കഴിയാതെ വരും, അതിനുള്ള പണം തികയാതെ വരും. അപ്പോൾ ഉപ്പ എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറയും, താഴെയുള്ള എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുക്കാം, നിനക്ക് ഒന്നുകിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ പാൻറ്, രണ്ടും കൂടി എടുക്കാനുള്ള പൈസ ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ വന്നാൽ നിനക്ക് വിഷമമാകുമോ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ ചെറിയ കുട്ടിയാണ്, 2ാം ക്ലാസ് 3, 4 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപ്പ അങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, എനിക്ക് വിഷമമില്ല, ഏതെങ്കിലും ഒന്ന് ഷർട്ട് പുതിയതായാൽ നന്നായി, കാരണം ഷർട്ടാണല്ലോ നമ്മൾ പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വസ്ത്രം, എനിക്കും പുതിയ വസ്ത്രം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചില സമയത്ത് ഉപ്പ വല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എനിക്ക് തോന്നുന്നത് 1ഓ 2ഓ പെരുന്നാളിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഉപ്പയും ഉമ്മയും പുതിയ വസ്ത്രം, എല്ലാവർക്കും പുതിയ വസ്ത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഷർട്ട് പുതിയത് എടുത്തു, പക്ഷെ പാൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു പരിഹാരം ഉപ്പയോട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. അന്ന് ഒരു 5ാം ക്ലാസ്സുകാരനായ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു യുക്തി വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉപ്പയോട് പറഞ്ഞ കാര്യം ഇതാണ്, ഉപ്പയുടെ ഏതെങ്കിലും ഒരു പാൻറ് ടൈലർക്ക് കൊടുത്തിട്ട് ചെറുതാക്കി അടുപ്പിക്കുക, അതായത് അതിൻ്റെ വലിപ്പം കുറച്ച് എൻ്റെ പാകത്തിലാക്കിയിട്ട്. അപ്പോൾ അത് ഉപ്പ ഇട്ടൊരു പാൻ്റ് ആയതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അത് മനസ്സിലാവില്ല, ഇതൊരു പഴയ പാൻ്റാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ പാൻ്റാണെന്ന് മനസ്സിലാവില്ല. അത് എനിക്ക് അങ്ങനെയുള്ള ഒരു പാൻറ് തന്നാൽ എൻ്റെ ഷർട്ടും പാൻറ്റും പുതിയതാകും എന്ന് പറയുകയും ഉപ്പ അതിന് വളരെ വിസമ്മതിക്കുക, അത് ശരിയാവില്ല, അത് എൻ്റെ പഴയ പാൻറ്റൊക്കെയാണോ നീ പെരുന്നാളിന് ഇടുന്നത്, എൻ്റെ കയ്യിൽ തൽക്കാലം കാശില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് തൽക്കാലം കടമായിട്ട് പുതിയ ഒരു പാൻറ് തന്നെ വാങ്ങിക്കാം എന്നൊക്കെ പറയും. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് ഞാനൊരു ഉപ്പയുടെ ഒരു പാൻറ് ചെറുതാക്കി ഇട്ട ഒരു പെരുന്നാളിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. ഉപ്പ ഇപ്പോഴും അതിൻ്റെ വിഷമം എന്നോട് പറയാറുണ്ട്. അന്ന് നിനക്ക് മാത്രം അങ്ങനെ ഒരു പാൻറ് ചുരുക്കി എൻ്റെ പഴയ പാൻറ് ചുരുക്കി അടിക്കേണ്ടി വന്നു. ഉപ്പ ഇപ്പോഴും ഈ സമയത്തും ഞങ്ങൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ എല്ലാവരും ഒത്തുകൂടി പഴയ പെരുന്നാൾ കഥകളൊക്കെ പറയുമ്പോൾ ഉപ്പയുടെ മനസ്സിൽ ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, ഉമ്മയുടെ മനസ്സിലും ഉണ്ടാവാറുണ്ട്. അവന് മാത്രമാണ് അന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് ഉപ്പയും ഉമ്മയും പറയും. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു ആഘോഷത്തെ നമ്മൾ സ്വയം ആഘോഷിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു പുതിയ ഷർട്ടും പാൻറ്റുമാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി, അതൊരു അപൂർവ സംഭവം മാത്രമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അപൂർവ സന്ദർഭം മാത്രമാണ്, ഒരിക്കലും പിന്നീട് അത് ആവർത്തിക്കപ്പെട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഓർമ്മയും ഉണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള പല അനുഭവങ്ങളും പല ഓർമ്മകളും ഉണ്ട്.
ഇപ്പോൾ മക്കയിലെയും മദീനയിലെയും പള്ളികളിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്, അവിടേക്ക് പെരുന്നാളിൻ്റെ അന്ന് വരുന്ന ആളുകളുടെ സുഗന്ധം, അത് പലപ്പോഴും അതിൽ യാത്ര ചെയ്യും, ചില പെരുന്നാൾ സമയങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആളുകൾ ഊതും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വസ്ത്രങ്ങളിൽ പുരട്ടി വരുന്ന മനുഷ്യരുടെ ആ വരുന്ന മക്കയിലേക്കും മദീനയിലേക്കുമുള്ള, മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലേക്കും മക്കയിലെ കബാലയത്തിലേക്കും ആ പള്ളിയിലേക്കും മസ്ജിദുൽ ഹറമിലേക്കും വരുന്ന ആളുകളുടെ ശരീരത്തിലെ സുഗന്ധം അത് ഒരു അനുഭവിക്കേണ്ട ഒരു സംഗതിയായി. മദീനയിൽ ഒരിക്കൽ ഇതുപോലെ ഒരു പെരുന്നാൾ സമയത്ത് പ്രവാചകൻ്റെ പള്ളിയിൽ പോകുന്ന സമയത്താണ് ഞാൻ ഈ സുഗന്ധത്തിൻ്റെ ഈ പ്രാധാന്യം എന്താണ് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അതിലൂടെ കടന്നു വന്ന വളരെ വൃദ്ധനായ ഒരാളോട് ഞാൻ പറഞ്ഞു, എന്തൊരു സുഗന്ധം അല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരിയാണ്, നല്ല സുഗന്ധമാണ്. ആ സുഗന്ധം നമ്മളുടെ മനസ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ മാത്രമേ അതിനർത്ഥമുള്ളൂ, അല്ലെങ്കിൽ അത് ഭൗതിക ലോകത്തെ ഒരു സുഗന്ധം മാത്രമാണ്. മനുഷ്യബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മീയതയെ നിർവചിക്കുന്നത്, അത് വെറും മതവിശ്വാസം മാത്രമല്ല. അങ്ങനെയുള്ളൊരു പാഠം ഞാൻ പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് ആ പെരുന്നാൾ കാലത്ത്, ആ പെരുന്നാൾ നമസ്കാര വേളയിൽ ഞാൻ കേട്ട് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആത്മീയത. എല്ലാവരും ഒന്നിച്ചിരിക്കുക, എല്ലാവരും ഒന്നിച്ച് സംസാരിക്കുക, ഉള്ളത് പരസ്പരം പങ്കിടുക, ഭക്ഷണമായാലും മറ്റെന്തായാലും അതിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഇത്തരം എല്ലാ ആഘോഷങ്ങളും നൽകുന്നത്. പെരുന്നാൾ നോമ്പിന്, അതായത് ചെറിയ പെരുന്നാളിന്, ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. പെരുന്നാളിൻ്റെ മാത്രം സന്ദേശമായി ഞാൻ അതിനെ കാണുന്നില്ല. എല്ലാത്തരം ആഘോഷങ്ങൾക്കും ആ സന്ദേശം തന്നെയാണ് ഉയർത്തിപ്പിടിക്കാനുള്ളത്. അത്തരം സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നമ്മളുടെ ആഘോഷങ്ങൾ യഥാർത്ഥ ആഘോഷങ്ങളായി മാറുന്നത്. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ വി മുസഫർ അഹമ്മദ് പങ്കുവച്ച പെരുന്നാൾ ഓർമ്മകളാണ് നിങ്ങൾ കേട്ടത്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.